പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിലെ സാഹചര്യം വിലയിരുത്തി കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതിക്ക് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേർന്നു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. അതേസമയം പാകിസ്ഥാന് തിരിച്ചടി മുന്നറിയിപ്പ് നൽകി നാവികസേന രംഗത്തുവന്നു. ഒരു ദൗത്യവും അകലെയല്ലെന്ന് നാവികസേനയുടെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, ഈ ഇപ്പോൾ സൂചിപ്പിച്ച വിധത്തിൽ നിരവധി കാര്യങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെ? ശരത്, പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അടിയന്തരമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചകളും ചർച്ചകളും രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ സമിതി യോഗം, അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് നടന്നത്. സുരക്ഷ, രാഷ്ട്രീയകാര്യ, സാമ്പത്തിക സമിതി യോഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നു. ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം പ്രതിരോധ മന്ത്രി, ധനകാര്യമന്ത്രി തുടങ്ങിയ നിരവധി പേർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികൾ ശക്തമാക്കണമോ അത് സംബന്ധിച്ച തീരുമാനമെടുക്കുക, നിലവിലത്തെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുക, ഏതു തരത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണം, അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പാകിസ്ഥാന് മേൽ കൂടുതൽ സമ്മർദ്ദം ഉൾപ്പെടെ ഉണ്ടാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിലും ചർച്ചയായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏകദേശം 3 മണിയോടെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 3 മണിക്ക് കേന്ദ്ര സർക്കാർ തന്നെ ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിലായിരിക്കും ഈ യോഗത്തിന്റെയൊക്കെയും വിശദാംശങ്ങൾ പുറത്തു വരിക. അതിനോടൊപ്പം തന്നെ പാക് അതിർത്തിയിലടക്കം കനത്ത പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും സൈന്യം തിരിച്ചടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇന്ത്യൻ നാവികസേന ഒരു ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെ തന്നെ എല്ലാത്തിനും തങ്ങൾ സജ്ജമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരു സഭകളും ചേരണമെന്ന ആവശ്യം ഇതിനോടകം CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് MP K രാധാകൃഷ്ണൻ ഇപ്പോൾ കത്തയച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏകദേശം 3 മണിയോടെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ചേരുക. ശരി, സ്വാതിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.